വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റു ഒരു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വളരെ ഐശ്വര്യകരമായ ഒരു വ്ളോഗ് തുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പം കോട്ടയത്തിൻ്റെ പച്ചപ്പും ഹരിതാഭയും മാറുന്ന പ്രകൃതി രമണീയമാറുന്ന തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി കാവാലം ജെട്ടി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ജെട്ടിയിലാണ്ട് വേറൊരു ജെട്ടി കോട്ടയത്തുണ്ട്. അതാണ് ദേ ഈ കാണുന്ന കാഞ്ഞിരം ജെട്ടി. ഈ കാഞ്ഞിരം ജെട്ടി കയറി ആ പാലം കണ്ടോ, ആ പാലം കയറി ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നതാണ് മലരിക്കൽ. ഇത് ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. കാഞ്ഞിരം ജെട്ടി മലരിക്കൽ. മലരുകൾ പൂക്കുന്ന മലരമ്പം വിടർത്തുന്ന മലരിക്കലോട്ടാണ് നമ്മൾ പോകുന്നത്. കാവ്യാത്മകമായ വരികളാണ് കേട്ടോ. ഇതാണ് കാഞ്ഞിരം ബോട്ട് ജെട്ടി. എൻ്റെ അമ്മ, ഇതിലെ ഇങ്ങനെ കയറ്റം കയറി പോകുന്നുണ്ട്. ഇതൊരു ബോട്ടിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു പാലം പണിത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ അടിയിൽ കൂടെയാണ് കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസ് അതായത് ജലപാത പോകുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോട്ടൊക്കെ പോകുന്നത് കാണാം കേട്ടോ. രാവിലെ ഇതേ ബോട്ട് അതിലേ പോകുന്നുണ്ട്. അവിടെ നിർത്തി ആളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലരിക്കലോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ മലരിക്കൽ പോകും. അടുത്ത ദിവസം ഞാൻ ഇവിടുന്ന് ബോട്ടിൽ കയറി ആലപ്പുഴയ്ക്ക് പോകുന്ന ഒരു വ്ളോഗ് എടുക്കുന്നുണ്ട്. എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ പോയിട്ടുണ്ട്. എറൗണ്ട് ഒരു 29 രൂപയുണ്ടെങ്കിൽ 2-2.5 മണിക്കൂർ നമുക്ക് കോട്ടയം ടു ആലപ്പുഴ ബോട്ടിൽ സുഖമായിട്ട് സഞ്ചരിക്കാം. ഈ കാണുന്നതാണ് മലരിക്കൽ. നമ്മൾ മലരിക്കലോട്ട് എത്തി. മലരിക്കലോട്ട് അധികം ദൂരമൊന്നുമില്ല കാഞ്ഞിരം ജെട്ടിന്ന്. കാഞ്ഞിരം ജെട്ടി കയറി ഇറങ്ങി അങ്ങ് വരുന്നത് മലരിക്കലാണ്. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലുള്ള വളരെ മനോഹരമായ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊന്നാണ്. കണ്ടോ, ആമ്പൽപ്പൂക്കൾ വിടർന്ന് നിൽക്കുന്നുണ്ടോ? ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം. 2018 ശേഷമാണ് മലരിക്കൽ ഭയങ്കരമായിട്ട് ഹിറ്റാകുന്നത്. 2019 ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ സഞ്ചരിച്ച ഒരു പ്ലേസ് എന്ന ഒരു പേരും കൂടെ മലരിക്കലിനുണ്ട്. രാവിലെ തന്നെ ഉണ്ടോ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മലരിക്കലിൻ്റെ ആമ്പൽ വസന്തം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൊല്ലവും ഇങ്ങനെ ആമ്പൽ വസന്തമൊക്കെ വരും. അതിനുശേഷം ഇവരുടെ കൃഷിയാണ്. അപ്പോൾ ഇവർ നെൽകൃഷിയൊക്കെ നടത്താൻ നേരത്തെ ഇവർ തന്നെ മരുന്നടിച്ച് ഇതെല്ലാം നശിപ്പിച്ച് കളയും. അതിനുശേഷം വീണ്ടും അടുത്ത കൊല്ലാകുമ്പോൾ വീണ്ടും വരും. രാവിലെയാണ്, ഈ സമയത്താണ് നമ്മൾ മലരിക്കൽ വരേണ്ടത് കേട്ടോ. ഞാൻ ചുമ്മാ അങ്ങേറ്റം വരെ പോയിട്ട് തിരിച്ച് വരാം. എന്നിട്ട് നമുക്ക് ബോട്ടിലും വെള്ളത്തിലൊക്കെ കയറാം. അതിന് എൻ്റെ ഒരു മലരിക്കൽ എക്സ്പീരിയൻസും കൂടെ ഞാൻ പറയാം. ഞാൻ മലരിക്കൽ ഞങ്ങൾ ഫുഡ് ഡെലിവറിക്ക് പോകുമ്പോൾ ഇവിടെ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു 2018 ശേഷം 19 ഞാൻ ആദ്യമായിട്ട് എനിക്ക് കോട്ടയം ടൗണിൽ നിൽക്കുമ്പോൾ ഒരു ഓർഡർ അടിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് അങ്ങ് അറ്റം വരെ തീരുകയാണ്. അവിടെ 2 വീട്ടുകാരുണ്ട്. അവർ മിക്കപ്പോഴും ഓർഡർ ചെയ്യുന്നു. എനിക്ക് ഓർഡർ അടിച്ചു. ഞാനവിടെ ഫുഡ് കൊടുക്കാൻ ചെന്നു കഴിഞ്ഞ് തിരിച്ചു നോക്കി ഇവിടെ ഈ ചെമ്മാനമുണ്ട്. ചില മാസങ്ങളിൽ രാത്രി ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആകാശമെല്ലാം ഇങ്ങനെ ചുമന്ന് ഈ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഈ ഗാലക്സിയുടെ അകത്തൂടെയൊക്കെ നമ്മൾ പോകുന്ന പോലത്തെ ഒരു ഫീലൊക്കെ. അതായത് ചുമപ്പും വയലറ്റും എല്ലാം ആകാശം, നേരത്തെല്ലാം ഒരു ചുമല വെട്ടവും പിന്നെ എന്താ പറയുക താഴെയല്ല ഈ ആമ്പലിൻ്റെ നിറവും, മൊത്തത്തിലൊരു വൈബ്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ നമ്മുടെ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടു മലരിക്കൽ സൺസെറ്റ് വ്യൂ പോയിൻ്റ്. അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, എടാ ഒരു കിടിലൻ സ്ഥലത്ത് ഞാൻ പോയി ഫുഡ് കൊടുക്കാൻ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്, നമ്മളിവിടെ വരേണ്ടതാണെന്ന് പറഞ്ഞു. ഇവിടെയാണ്. അപ്പം പറഞ്ഞു എടാ പോകാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, നാളെ ആട്ടെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ട, നാളത്തെ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു പോയപ്പം എനിക്ക് നമ്മുടെ ടൗണിലുള്ള കോട്ടയത്തുള്ള ബെസാലിയസ് കോളേജോ CMS കോളേജോ ഏതോ ഒരു കോളേജിലെ കുറച്ച് പെൺകുട്ടികളാണ് ഈ സ്ഥലത്തെ ക്ലിക്കാക്കിയത്. അവരും ഒന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. സംഭവം കയറി വൈറലായി, കൊളുത്തി, TV-യിലായി, പത്രത്തിലായി. അങ്ങനെ മലരിക്കൽ ഫോട്ടോഷൂട്ടായി, സേവ് ദ ഡേറ്റായി, ആഘോഷമായി. പിന്നെ മലരിക്കൽ അങ്ങ് പോക്കായിരുന്നു. പിന്നെ ഇപ്പോൾ കാണുന്ന പോലെ ഒന്നും അല്ലായിരുന്നു. ഇവിടെ നാട്ടിൽ പാസ് വരെ വെക്കേണ്ട അവസ്ഥ വന്നു. കാരണം അതുപോലെ ആളായിരുന്നു. അങ്ങനെയാണ് മലരിക്കൽ ക്ലിക്കാണ്. പിന്നെ ഇവിടെ ഏതോ ഒരു പയ്യനാണ് ആദ്യമായിട്ട് ഈ വള്ളത്തേൽ പരിപാടിയൊക്കെ തുടങ്ങി. അവൻ എങ്ങനെ ഇവിടെ വന്നവരൊക്കെ കയറ്റി വള്ളത്തേൽ കൊണ്ടുപോകാൻ തുടങ്ങി. അതിനുശേഷം എല്ലാവരും ഇതുപോലെ വള്ളം സർവീസൊക്കെ തുടങ്ങി. 100 രൂപയാണ് കേട്ടോ വള്ളത്തെ കയറ്റുന്നതിന് വാങ്ങി. അവിടെ ഒരു സിനിമാ നടനാണ് കേട്ടോ നിന്നെ. ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളീനെ, ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. രാവിലെ ഒരു 6 മണി തൊട്ട് 10 മണി വരെ ആയി ആമ്പലൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞത് വാടിപ്പോവും. വൈകുന്നേരം വന്നാൽ ഇങ്ങനെ വാടി നിൽക്കും. ചില സമയത്ത് കോട്ടയം ടൗണിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റും പശുവിന് പുല്ല് വെട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ഈ ആമ്പലും പറിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ഇവരാരും ഒന്നും പറയത്തില്ല, എന്തേലും ഒന്നും പറിച്ചുകൊണ്ട് പോകും. കാരണം ഇവർ നശിപ്പിച്ച് കളയാനുള്ളതാണല്ലോ. അങ്ങനെ പോകുന്ന കാണാൻ പറ്റും. ഇഷ്ടം പോലെ രാവിലെ ആമ്പൽ പോയിട്ട് വണ്ടിയെ കെട്ടുപോലെ വെച്ചോണ്ട് പോകുന്നത്. നമുക്കെന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് നോക്കാം കേട്ടോ. യെസ്, അറ്റ് ലാസ്റ്റ് വി ഫൗണ്ട് എ വള്ളം ചേട്ടൻ. നമുക്ക് ഈ ചേട്ടൻ്റെ കൂടെ വള്ളത്തിൽ കയറി പോകാം. നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് വള്ളത്തിൻ്റെ അറ്റത്തിരിക്കണം. എന്നെ വള്ളത്തിൻ്റെ ചേട്ടൻ, ഞാൻ ആ അറ്റത്തിരുന്നോട്ടെ. എന്നാൽ ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇവിടെ ഇരിക്കാൻ ഒരു അന്തസ്സുണ്ട്. വള്ളം ഇങ്ങനെ ശരിയോ? ഹായ്, പൊളി. ഹായ്, ഹംബോ പൊളി. അയ്യോ എൻ്റെ പെടലി. See amble? See, this is an amble. അങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ രസോടെ കാണാൻ.
ചേട്ടൻ്റെ വള്ളം ഇത് പറിച്ചാൽ കുഴപ്പമുണ്ടോ ചേട്ടാ? നമുക്ക് അങ്ങോട്ട് മാറിയിട്ട് 10 രൂപ പറിക്കാം. ഓ ഗൈസ്, ബോട്ട് സ്റ്റക്ക് ആയിരിക്കും. ഈ താമര അവിടെ വളർത്തുന്നതാണോ? ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല, അല്ല അമ്പലത്തിലോട്ട് അങ്ങനെ വല്ലതും കൊടുക്കാം. ആ, പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അവിടെ താമര വളർത്തുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ എന്തോ സ്റ്റക്കായിരിക്കും. നല്ല സ്ഥലമാണ്. പിന്നെ ഇവിടെ വെള്ളം സ്റ്റക്കായിരിക്കുകയാണ്. ചേട്ടൻ ഇറങ്ങി വള്ളം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ്, എങ്ങനെയുണ്ട് മിസ്റ്റർ പിച്ചി? ഹൗസ് ദിസ് പ്ലേസ്? പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് സംതിങ് അബൌട്ട് ദാറ്റ് ബ്യൂട്ടിഫുൾ ആംബൽസ്. നല്ല രസമുണ്ട്. സൂപ്പറാണ് ചേട്ടാ. ആ കാണുന്ന ആലപ്പുഴ ജില്ലയാണോ? തെങ്ങൊക്കെ കാണുന്നില്ലേ? ആ തെങ്ങ് കാണുന്നതിന്റെ അപ്പുറത്ത് ആലപ്പുഴ ജില്ല. അത് വേപ്പനാട്ടുകായലിന്റെ ഒരു ശാഖ അവിടെ കിടക്കുന്നു. ഓ, അവിടെ അല്ലേ? ആ, വലിയ ആറാ. ആറുണ്ടല്ലേ അവിടെ? ആറുണ്ട്. വേപ്പനാട്ടുകായലിലോട്ട് വെള്ളം പോകുന്നു. അതിന്റെ അപ്പുറം അവിടെ ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. ഇവിടം വരെയല്ലേ കോട്ടയം ജില്ല അല്ലേ? കോട്ടയം ജില്ല. അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് മലരിക്കൽ. രാവിലെ ഫോട്ടോഷൂട്ടിൻ്റെ ഒക്കെ തിരക്കും ബഹളങ്ങളാട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട്. വള്ളത്തേലൊക്കെ അവിടെ ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്. ഹെലിക്യാമൊക്കെ പറത്തുന്നുണ്ട്. സംഭവം ഒരു രക്ഷയില്ല. ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ മലരിക്കലിൻ്റെ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്.
അടുത്ത വരവിലാണ്. അടുത്ത വരവിനാട്ടെ. അരളപ്പൂ ഇത് നല്ല വിസ്താരമായിട്ട് മലര് കിടക്കുന്ന പോലെ കിടക്കുകയാണ് ഈ പാടത്ത്. ആമ്പല് കൂടാതുള്ള മറ്റൊരു പൂവാണ്. ആമ്പല് കൂടാതുള്ള മറ്റേ അതെ അതെ അതെ. എന്നാലും ഇതും വളർന്നു വരും. ഇതിപ്പോ ഇത് മരുന്നടിച്ച് ഇതെല്ലാം കളയും. മൊത്തം കളഞ്ഞിട്ട് കൃഷി ഇറക്കും. നമ്മളെ ഇതിപ്പോ കാണാൻ പറ്റണമെങ്കിൽ ഒരു ഇത് എപ്പോ ഈ ആമ്പലിഞ്ഞ് വാടിപ്പോകുന്നത്? 10 മണിയാകുമ്പോൾ വാടാൻ തുടങ്ങും. അരളപ്പൂ രാത്രി ഒരു 8 മണിയാകുമ്പോൾ വിരിയാൻ തുടങ്ങും. ആ പൂ കൊണ്ടുപോയിട്ട് കെട്ടഴിച്ച് ബക്കറ്റിനകത്ത് വെള്ളത്തിൽ ഇടണം. അപ്പോൾ അത് കൂമ്പി നിൽക്കും വൈകുന്നേരത്തേക്ക്. ഒരു 8 മണിയാകുമ്പോൾ ഒരു ബക്കറ്റ് പൂ കാണാം. അത് 2 ദിവസത്തേക്കേ കാണുകയുള്ളൂ. പിന്നെ അതിൻ്റെ നിലത്തിൽ നിന്നുള്ള പിടി വിട്ട് പോകും. വൈകുന്നേരം വന്നാൽ കാണാൻ പറ്റത്തില്ല. വൈകുന്നേരം ഇല്ല. രാവിലെ 10 മണി കഴിഞ്ഞാൽ പിന്നെ കൂമ്പിക്കൊണ്ടിരിക്കും ഇങ്ങനെ. ഈ പൂ തന്നെയാണ് വീണ്ടും രാത്രി വിരിയുന്നത്. ഇത് നിലാവിൻ്റെ ഭാര്യയാണെന്നാണ് പറയുന്നത്. വാടി നിൽക്കുന്ന വാടുന്നില്ല, ഇങ്ങനെ കൂമ്പി നിൽക്കുന്നു. രാത്രി 8 മണി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വിരിയാൻ തുടങ്ങും. ഇത് പുരാണത്തിൽ പറയുന്നത് ആമ്പല് പിന്നെ ഇതിൻ്റെ നിലാവിൻ്റെ ഭാര്യയാണ്. നിലാവ് ഉദിക്കുമ്പോൾ മാത്രമേ ആമ്പല് വിരിയുള്ളൂ. സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിരിയും. സൂര്യൻ്റെ ഭാര്യയാണ് താമര. അങ്ങനെ അതിൻ്റെ പുരാണത്തിൽ കിടക്കുന്നത്. ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ പഴയ കാലങ്ങൾ ഓരോരുത്തർ പറഞ്ഞു ഇങ്ങനെ കേൾക്കുന്നു മാത്രമേ. അത്രയേ ഉള്ളൂ. ഈ പൂ ഉണ്ടാകുന്നത് വേറൊരു ചെടിയാണ്. വേറൊരു ചെടിയാണ്. ഇതിന് അരളപ്പൂ എന്ന് പറയും. അരള. ഇതിന്റെ ഈ ഇലയും ആമ്പലിന് അത്രയും വലിപ്പമില്ലല്ലേ? ചെറുതല്ലേ? അതുപോലെ തന്നെ ഇലയാണ് ഇതല്ലേ? ഇല കളറ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇലയില പൂ ഉണ്ടാകുന്നല്ലേ? ഇലയുടെ ഞെട്ടാണ് പൂ ഉണ്ടാകുന്നത്. ഈ സൈഡ് മൊത്തം അരളപ്പൂവാണ്. വെള്ള കളറിൽ നല്ല മുട്ടുമുട്ട് പോലത്തെ. ആ ഒരു സൈഡ് ഫുൾ ആമ്പലുമാണ്. 2 സൈഡ് വെള്ളയും വയലറ്റും റോസും ആ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ. ഇതിന്റെ ഇത് കണ്ടോ? ഓ, ആ ഞെടുപ്പിന്റെ അവിടെ ഇങ്ങനെ കണ്ടില്ല പല പോലെ. അതാണ് കട്ടി. ഇതിനകത്ത് ചൂട് ദോശയും ചമ്മന്തിയും കൂടി ഒഴിച്ച് കഴിക്കാൻ നല്ല രസമാണ്. രാവിലെ കൊതിപ്പിക്കാതെ പട്ടിണി. അല്ല, എന്റെ വള്ളത്തെ കാപ്പിയായിട്ട് വരുന്നവർക്ക് ഈ ഇല പറിച്ച് ഞാൻ കഴുകി കൊടുക്കും. ഇവിടെ ഇപ്പൊ വരുന്നവര് ചേട്ടനെ എങ്ങനെയാ ബന്ധപ്പെടേണ്ട? വള്ളത്തേക്കാർ ഇവിടെ എപ്പോഴും കാണുമോ? ഇവിടെ എപ്പോഴും ഉണ്ട്. ഇല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പർ തരാം. ചേട്ടന്റെ ഫോൺ നമ്പർ നമ്മുടെ വീഡിയോയിൽ ചേർക്കുന്നതായിരിക്കും ഗൈസ്. ആയിക്കോട്ടെ. 99 ഓക്കെ 46 28 97 72. ഈ നമ്പർ വിളിച്ചാൽ മതി. ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടൻ്റെ വള്ളത്തെ നമ്മളെ കൊണ്ടുവന്നായിരിക്കും. ഇവിടെ വന്നാൽ മതി. ഓക്കെ. എനിക്ക് കോഴിക്കോട്ടുകാർ ഒത്തിരി പേരുണ്ട്. നമ്മള് കോഴിക്കോടല്ല, നമ്മള് പാലായ. അല്ല, കോഴിക്കോട്ടുകാർ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം വിളിച്ചിട്ടാ വരുന്നത്. അവര് രാവിലെ വരുന്ന 6 മണിക്ക് വരും. കാപ്പിയൊക്കെ ആയിട്ടാ വരുന്നത്. എനിക്കും കാപ്പി. ഞങ്ങൾക്ക് 40 മിനിറ്റേ ഉള്ളൂ. 30-40 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഞങ്ങളിങ്ങനെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ സമയം ഞാൻ കൊടുക്കും. ഇതിലെങ്ങനെ പോയാൽ ഫുഡൊക്കെ കഴിക്കാൻ വല്ല ഷാപ്പോ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടോ? ഇല്ലില്ല. വരുന്ന വഴിക്കാ ഇല്ലിക്ക. ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ഇതിൻ്റെ അകത്തൂടെയുള്ള കറക്റ്റ് ഈ കടയാണ്. ചായക്കട കിട്ടും, വല്ല ചെറുകടി വലിയ കിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല. അങ്ങേറ്റത്തല്ലേ? ആ വഴിയെ കൂടെ അങ്ങ് പോകും. വഴിക്കട പോകാൻ 2 കടകളുണ്ട്. ഇതിനിപ്പോ അയൽക്കൂട്ടക്കാർ വെക്കും, കാപ്പിയൊക്കെ ഉണ്ടാക്കും. പുട്ടും മുട്ടയും അപ്പം ദോശയും ചമ്മന്തി സാമ്പാർ.
എന്നെ പകർന്നു ഞാൻ പാർക്കുവാണ് കേട്ടോ. ഞാൻ പാർക്കുവാണ്. Guys, ഈ വീഡിയോയ്ക്ക് ശേഷം ജെയ്സൺ ഒരു ഉപജീവന മാർഗം കണ്ടെത്തുകയാണ്. ഉപജീവന മാർഗവും കൂടെ നമ്മൾ ഈ കൂട്ടത്തില് ഇച്ചിരി പാടുള്ള പരിപാടിയാണ് ഗൈസ്. ചുമ്മാ ഇത് നിസ്സാര കേസൊന്നും നമ്മളിത് കാണുമ്പോൾ നമുക്കിത് സിമ്പിളാന്നൊക്കെ തോന്നും. പക്ഷെ ഇത് സിമ്പിൾ അല്ല. നീ പള്ളിപ്പെരുന്നാളിൽ അടി ഉണ്ടാക്കാൻ പോകുമ്പോൾ ആരോഗ്യം ഇറക്കടാ. എങ്ങോട്ടാ? ജെയ്സൺ തോളക്കര പുതിയ ഉപജീവന മാർഗം. വള്ളം നീങ്ങി തുടങ്ങിയിരിക്കുന്നു. നല്ല ആമ്പലുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ മലരിക്കൽ വസന്തം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിനി പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം ഒരുപാട് സ്നേഹം മാത്രം. അപ്പോൾ നിങ്ങളെല്ലാം പെട്ടെന്ന് വരിക. രാവിലെ വരുവാണെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളിയാണ്, കിടിലനാണ്. രാവിലെ 6 മണി തൊട്ട് 10 മണി വരെ ഉള്ളൂ. അതിനുശേഷം പൂവാടും. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ നമ്പർ നമ്മൾ വീഡിയോ പറഞ്ഞല്ലോ. ചേട്ടനെ ബന്ധപ്പെട്ട ചേട്ടൻ്റെ വള്ളമുണ്ട്. അപ്പോൾ എല്ലാവരും വരിക. ഇപ്പോൾ സീസണാണ്, ഇപ്പോഴാണ് വന്ന് കാണേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം ഒരുപാട് സ്നേഹം മാത്രം.